ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു 7.1 AVR ആണ്. അതായത് ഓഡിയോക്സിൻ്റെ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു 7.1 AVR റിസീവർ. നമുക്ക് കുറേ റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അൺബോക്സിങ്ങും അതുപോലെ തന്നെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ ടെസ്റ്റിംഗ് എല്ലാം കൂടെ നമ്മുടെ ഈ വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. നല്ല സേഫായിട്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് നമുക്കിത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന ഇതുപോലെ ഒരു റിമോട്ട് ഉണ്ടാകും. അടുത്ത് ഇതിൻ്റെ കൂടെ ഒരു മാനുവലുണ്ട്. അപ്പോൾ ഈ മാനുവൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ മാനുവൽ എന്തായാലും റീഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെയാണ് ഫ്രണ്ട് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ക്യാബിനിലേക്ക് വരുവാണെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ളൊരു ക്യാബിനറ്റാണ് ഇതിന് വേണ്ടി അവർ യൂസ് ചെയ്തിരിക്കുന്നത് തന്നെ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്യാം. ഇവിടെയാണ് ഇതിൻ്റെ ഓൺ ബട്ടൺ വരുന്നത്. ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ രണ്ട് നോബിലും ലൈറ്റ് കാണാൻ സാധിക്കും. ഇതൊരു മൾട്ടി ഫങ്ഷൻ നോബാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മളിവിടെ വോളിയം മാറുന്നത് നമുക്കറിയാൻ സാധിക്കും. പിന്നെ അതിൻ്റെ താഴത്തേക്ക് വരുവാണെങ്കിൽ ഇത് HDMI സെലക്ട് ചെയ്യുന്നതാണ്. ഇവിടെ അറിയാൻ സാധിക്കും HDMI 1, HDMI 2 എന്ന രീതിയിൽ 3 HDMI ഇൻപുട്ടാണ് ഇതിന് വരുന്നത്. അടുത്ത് ഇത് ഡിജിറ്റൽ സെലക്ട് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് കോയാക്സിൽ, ഒപ്റ്റിക്കൽ. പിന്നെ അടുത്തതിൻ്റെ അടുത്തൊരു സ്വിച്ച് കൊടുത്തിരിക്കുന്നത് അനലോഗ് സെലക്ട് ചെയ്യാനാണ്. അതായത് TV, DVD, ഓക്സ് എന്ന രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി. അടുത്തൊരു മെനു വരുന്നത് ട്രിബിള്, ബാസ്, പിന്നെ ഡബിൾ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ബാസ് അറിയാം. പിന്നെ 7.1 ചാനലിലെ വോളിയം, ഫ്രണ്ട് റൈറ്റ് വോളിയം, സെൻറ്ററിൽ സറൗണ്ട്, അങ്ങനെ എല്ലാത്തിൻ്റെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വോളിയം നമുക്കിവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കിതിപ്പോൾ ചാനൽ തന്നെ ഈ നോബ് വെച്ചിട്ട് തന്നെ നമുക്കിപ്പോൾ ചാനൽ 5.1, 3.1 ചാനൽ വരുന്നുണ്ട്, 2.1 വരുന്നുണ്ട്, പിന്നെ ഹൈഫൈ വരുന്നുണ്ട്, പിന്നെ 7.1. പിന്നെ ഇവിടെ 2 മൈക്ക് പോർട്ടുകൾ നമുക്കിതിലേക്ക് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു USB വരുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മൾ USB വേണോ അതുപോലെ ബ്ലൂടൂത്ത് വേണോ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നത്. സെലക്ഷൻ ഓപ്ഷൻസ് ആണ്. പിന്നെ മൈക്ക് കൊടുത്തിട്ട് മൈക്കിൻ്റെ സെറ്റിങ്സും. പിന്നെ ഫ്രണ്ട്സ് വരുന്നത് മൈക്കിന് വേണ്ടി മാത്രമാണ്. അതായത് നമുക്ക് മൈക്ക് സെലക്ഷൻ കൊടുത്തിട്ട് നമുക്ക് സെറ്റിങ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഈ നോബ് വരുന്നത്. അങ്ങനെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു അടിപൊളി ഒരു ഫിനിഷിങ് തന്നെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇനി നമുക്കിതിന്ന് ബാക്ക് സൈഡും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബാക്ക് സൈഡ് എങ്ങനെയാണ് വരുന്നത്, കുറേ ഇതിൻ്റെ ഡീറ്റെയിലിങ് ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് തന്നെ നോക്കാം. ARC ഇന്നും അതുപോലെ തന്നെ ARC ഔട്ടും ആണ് വരുന്നത്. 4 HDMI ഇൻപുട്ടുകൾ നമുക്കിതിൽ കൊടുക്കാൻ സാധിക്കും. അത് 1, 2, 3 എന്ന രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത് ഇത് നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ ഇൻപുട്ടുകളാണ്. അതായത് കോയാക്സും ഒപ്റ്റിക്കലും നമുക്ക് ഇതിലേക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ അടുത്ത് മൂന്നാമത്തെ ഒരു മൈക്കിൻ്റെ പോർട്ടും കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം 3 മൈക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മൈക്കിൻ്റെ റൈറ്റും ലെഫ്റ്റും പ്രീ ഔട്ടും കൂടെ ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കൊരു ആംപ്ലിഫയറിലേക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇത് എല്ലാം പ്രീ ഔട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് സബിനായിട്ടും മൈക്കിനായിട്ടൊക്കെ വേണ്ടിയുള്ള ഒരു പ്രീ ഔട്ടുകളാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. അടുത്ത നമുക്ക് താഴത്തേക്ക് വരുവാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒരു 7.1 പ്രീ ഔട്ടും കൂടെ വരുന്നുണ്ട്. അതായത് നമുക്ക് കുറച്ചും കൂടി പവർ കൂട്ടിയിട്ട് ഒരു ആംപ്ലിഫയറിലേക്ക് വേണമെങ്കിൽ കൊടുക്കാൻ വേണ്ടുന്ന രീതി ചെയ്തെടുത്തിട്ടുണ്ട്. സബ് പ്രീ ഔട്ടും കൂടി ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് എക്സ്ട്രാ സബ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഔട്ട് എടുക്കാവുന്നതുള്ളൂ. ഇതെല്ലാം ഇൻപുട്ട് സെക്ഷനും പ്രീ ഔട്ടുമാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 7.1 ഓഡിയോ ഔട്ടിൻ്റെ കണക്ഷൻസ് വരുന്നത്. എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ജാക്ക് തന്നെയാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. സബ് ഔട്ടാണ് വരുന്നത്. പിന്നെ ഇത് നമുക്ക് 7.1 ചാനലിൻ്റെ റൈറ്റും ലെഫ്റ്റുമാണ് വരുന്നത്. പിന്നെ സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ് 2 ചാനലിന്, പിന്നെ സെൻറ്റർ, ഫ്രണ്ട് റൈറ്റ് ലെഫ്റ്റ്
അങ്ങനെ ഒരു 7.1 മൊത്തം 8 ചാനൽ ഓഡിയോ ഔട്ടാണ് ഇതിന് വരുന്നത്. ഇതിൽ സ്പീക്കർ കണക്ഷൻ കൊടുക്കാൻ പറ്റുന്ന 4 to 8 ohmസിൽ നമുക്കിതിൽ സ്പീക്കർ കൊടുക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു ഫാൻ്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പവർ കോഡ് വരുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ അവർ ഓഡിയോക്സിൻ്റെ മോഡലെല്ലാം കറക്റ്റായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ആംപ്ലിഫയർ യൂസ് ചെയ്യാൻ സാധിക്കും. ആ രീതിയിലാണ് ഇതിൻ്റെ മാനുവൽ കൺട്രോളിങ്ങും അതുപോലെ തന്നെ റിമോട്ടിലെല്ലാം വരുന്നത്. ഇനി എല്ലാവരും ചോദിക്കാറുള്ള കാര്യമാണ് ഇതിൻ്റെ അകത്ത് ഏതൊക്കെ ഫയലുകൾ ഇതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കത് നോക്കാം. അത് ഈ മാനുവലിൻ്റെ അകത്ത് തന്നെ ഫസ്റ്റ് പേജിൽ തന്നെ അവർ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാനുവൽ പ്രോപ്പറായിട്ട് തന്നെ നോക്കുക. 4 HDMI ഇൻപുട്ടും ഒരു ARC ഔട്ട്, ഒരു മൾട്ടിപ്പിൾ കണക്ഷൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതായത് നമുക്ക് ഒപ്റ്റിക്കൽ, കൊയാക്സ്, ഓക്സ്, ബ്ലൂടൂത്ത്, USB അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻപുട്ടുകൾ ഇതിലേക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ അടുത്ത എല്ലാവർക്കും ഒരു ഡൗട്ടും ചോദിച്ചാൽ ഇതിന് ഏതൊക്കെ ഫയലുകൾ ഇതിൻ്റെ സപ്പോർട്ട് ചെയ്യും എന്ന രീതിയിലാണ്. അതായത് ഒട്ടുമിക്ക ഫയലുകളും ഇതിൻ്റെ അകത്ത് സപ്പോർട്ടിങ്ങും ഡീകോഡിങ്ങും വരുന്നുണ്ട്. അതായത് ആദ്യമായിട്ട് ഡോൾബി ട്രൂ HD സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഡോൾബി ഡിജിറ്റൽ പ്ലസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ എല്ലാ ആംപ്ലിഫയറിലും മെയിനായിട്ട് വേണ്ട ഒരു കാര്യമാണ് DDD പ്ലസ്. കാരണം ആമസോണിൽ, നെറ്റ്ഫ്ലിക്സിലെല്ലാം DDD പ്ലസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരത് കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോൾബി ഡിജിറ്റൽ, DTS HD മാസ്റ്റർ ഓഡിയോ, DTS ES ഡോൾബി ഡിജിറ്റൽ 5.1, പിന്നെ DTS PCMൻ്റെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് 2.1, 3.1, അതുപോലെ തന്നെ DTS PCM 2.1, LPCM 5.1, LPCM 7.1, DTS CD വേവ് AAC. പിന്നെ എല്ലാ ഓഡിയോ ഫയലുകളും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കൊരു ഫുൾ പാക്കിൽ എന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത് തന്നെ. ഇതിൻ്റെ ഫ്രണ്ട്, റൈറ്റ്, ലെഫ്റ്റും സെൻട്രൽ ചാനലും ഔട്ട്പുട്ട് വരുന്നത് 150 വാട്ട്സ് ആണ്. 150 വാട്ട്സ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 8 ഇഞ്ചൊക്കെ നമുക്ക് നല്ലൊരു ടവർ സ്പീക്കറൊക്കെ കൊടുത്ത് നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നതാണ്. 4 സറൗണ്ടിങ് സ്പീക്കേഴ്സാണ് വരുന്നത്. ആ 4 സറൗണ്ടിങ് സ്പീക്കറിന് 100 വാട്ട്സ് എന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സബിന് 180 വാട്ട്സ്. 180 വാട്ട്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പക്ക ഇവർ പറയുന്ന കറക്റ്റായിട്ടുള്ളൊരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. അതായത് ഇതിൻ്റെ പീക്ക് വാല്യൂ അല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു 12 ഇഞ്ച് JBLൊക്കെ സുഖമായിട്ട് ഇതിനകത്ത് കൊടുക്കാൻ സാധിക്കും. നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് നമുക്കിത് കിട്ടുന്നുണ്ട്. 4 ohmസിൽ 4 to 16 ohmസിൽ നമുക്കിത് കൊടുക്കാം. 4 ohms ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയി. അപ്പോൾ ഓവറോൾ വാട്ട്സ്, ഇതിൻ്റെ സ്പീക്കർ, നമ്മൾ ഇതിൽ കിട്ടുന്ന ഫെസിലിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും ഒരു അടിപൊളി ഐറ്റം തന്നെ പറയാം. ഇതിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം. കാരണം വീഡിയോ കുറച്ച് ലെങ്തായി പോകുന്നുണ്ട്. അപ്പോൾ കുറേ ഡൗട്ടുകൾ കാണും. ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാകും, എത്ര സറൗണ്ടിങ് കിട്ടുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ നമ്മളത് പ്രൊജക്ടറിലുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ലൊരു വീഡിയോമേ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.